ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ് കേട്ടോ. ഇവിടുത്തെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തങ്കിപ്പള്ളി. പേര് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. ഇവിടെ ഒരു അത്ഭുതം നടക്കുന്നുണ്ട് കേട്ടോ. ഈശോയുടെ രൂപത്തിൽ മുടി വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സെൻറ്റ് മേരീസ് ചർച്ച് എന്നാണ് ഈ പള്ളിയുടെ പേര്. തങ്കിപ്പള്ളി എന്നാട്ടോ അറിയപ്പെടുന്നത്. 400 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പള്ളി പണി കഴിപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ ആ തിരുസ്വരൂപം കാണാനും പ്രാർത്ഥിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരുപാട് ദൂരത്തുനിന്ന് വരെ ഇവിടെ ആൾക്കാർ വരാറുണ്ട്, രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കാര്യസാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ. അപ്പോൾ അതേ ഇവിടെ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വിശുദ്ധവാരമായതുകൊണ്ട് തന്നെ മാർച്ച് 29 മുതൽ ഏപ്രിൽ 5 വരെ നമുക്ക് ആ യേശുവിൻ്റെ തിരുസ്വരൂപം ചുംബിക്കാനുള്ള അവസരം ഉണ്ടാവുമെന്നൊക്കെ. അപ്പം നമ്മളിതേ ഇറങ്ങിയപ്പോഴേക്കും ബില്ലും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് പള്ളി കേട്ടോ. ഇവിടുത്തെ മെയിൻ സമർപ്പണമാണ് പിടിയരി സമർപ്പണം, കല്ലറയുടെ അവിടെ സമർപ്പിക്കാനുള്ളത്. 80 രൂപയാണ് കേട്ടോ ഈ ഒരു സമർപ്പണത്തിൻ്റെ റേറ്റ് വരുന്നത്. ആ റെഡ് കിരിയിൽ പിടിയരിയും അതുപോലെ തന്നെ ഒരു ഡപ്പയിൽ പിടിയരി എണ്ണയും ഉണ്ടാവും കേട്ടോ. ആ ഡപ്പയിലുള്ളത് നമുക്ക് എടുക്കാൻ പറ്റും. ബാക്കി ഇതേ നമ്മൾ ഇവിടുത്തെ സ്റ്റാൻഡിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് പ്രാർത്ഥിച്ചിട്ട്. ഇതാണ് കേട്ടോ പള്ളിയുടെ ഉൾവശം. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ പള്ളിയിൽ. പിന്നെ ദേ ജോനു ആണ് അത് സമർപ്പിക്കാനായിട്ട് പോകുന്നത്. അവൻ പ്രാർത്ഥിച്ചിട്ട് ദേ ആ പിടിയരി ആ സ്റ്റാൻഡിന് മുകളിലേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന രൂപമാണ് ഈശോയുടെ മുടി വളർന്നുകൊണ്ടിരിക്കുന്ന രൂപം. ഇത് കണ്ടില്ലേ, മുടി വളർന്നുകൊണ്ടിരിക്കുന്ന ഇതാണ് കേട്ടോ ആ വളർന്നുകൊണ്ടിരിക്കുന്ന മുടി. ഇതിൻ്റെ താഴെ തന്നെ യേശുവിനെ സംസ്കരിച്ചപ്പോൾ ഉള്ള കച്ചയുടെ പകർപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ താഴെ കാണുന്നത് അതാണ് കേട്ടോ. പിന്നെ ഇവിടെ നേർച്ചയുണ്ടായിരുന്നു, കൊഴുക്കട്ട. പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി.